ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മസാലപ്പുട്ടാണ്. മസാലപ്പുട്ടെന്ന് പറഞ്ഞാൽ പലരും പല രീതിയിൽ മസാലപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി മസാലപ്പുട്ടാണ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിത് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് പ്രോൺസ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 1 കിലോ ചെമ്മീനെടുത്ത് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം. അപ്പോൾ ചെമ്മീൻ എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതെല്ലാം ചേർക്കുക. പിന്നെ ഇതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഇതും പിന്നെ ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക. ചെമ്മീനെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഓയിലിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്തായാലും ഇത് ഫ്രൈ ചെയ്തിട്ടാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതാ പാൻ ചൂടായി അതിൽ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ചെമ്മീനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്താ പറയുക, ഓവറായിട്ട് ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ ഉണങ്ങിയതുപോലെ ആയി പോകണ്ട. എന്നിട്ട് ഇതാ ചെമ്മീനിൽ ഇതാ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റി വെച്ചിട്ട് ഈ സെയിം പാനിലോട്ട് തന്നെ ഞാനൊരു 3 ഉള്ളി, വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് വാട്ടി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചതും പിന്നെ ഒരു 3-4 പച്ചമുളക്, അത് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഇടുക. എന്നിട്ട് ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഇനി വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക, 1 കിലോ ചെമ്മീനാണ്, നിങ്ങൾക്ക് കുറച്ചാണെങ്കിൽ കുറച്ച് ക്യാരറ്റ് ഇട്ടാൽ മതി. പിന്നെ അതേപോലെ ഒരു 1/2 കപ്പ് ബീൻസ് അത് ഇട്ടിട്ട് വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കുക. രണ്ടും ചെറുതായിട്ട് മുറിച്ചത് ഇടേണ്ടത്. പിന്നെ ഒരു 1/4 കപ്പോളം ക്യാബേജ്. എന്നിട്ട് വീണ്ടും വഴറ്റുക. ഇതെല്ലാം എന്താ പറയുക, ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിൽ പൊടികൾ ചേർക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഇതും കൂടി ഇട്ടിട്ട് ആ ഒരു പച്ചമണമെല്ലാം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അതിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് ചെമ്മീൻ വേവിക്കുമ്പോൾ ഉണ്ടായ വെള്ളം ഉണ്ടല്ലോ, വേവിച്ചിട്ടുള്ള ആ ഒരു വെള്ളം കുറച്ചുണ്ടെങ്കിൽ അതും ഇതിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം നല്ലോണം ഒന്ന് മീഡിയം തീയിൽ വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു നല്ലൊരു മസാല, ഒരു പെരണ്ടിരിക്കുന്ന ഒരു പരുവുണ്ടല്ലോ, അതേപോലെ ഒന്ന് മസാല ആക്കി എടുക്കുക. അധികം കിടന്ന് ഡ്രൈ ആവണ്ട. ഇനിയിപ്പോൾ ഇത് ലാസ്റ്റ് കുറേ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതും കൂടി ഇട്ടിട്ട് വീണ്ടും ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ ഒരു മസാല റെഡി ആയിട്ട് വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അവിടെ മാറ്റി വെക്കാം. അങ്ങനെ പുട്ടിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ പുട്ട് ചുടുമ്പോൾ പുട്ട് ആദ്യം അരി പിന്നെ ലെയറായിട്ട് മസാല അങ്ങനെയല്ല, പക്ഷേ ഇതങ്ങനെയല്ല. ഇതാണൊരു വെറൈറ്റി പുട്ട്. നമ്മൾ ഈ പുട്ട് പൊടിയിലേക്ക് ഈ മസാല ഫുൾ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് കുഴച്ചെടുക്കുക ചെയ്യുന്നത്. ഞാനിതിവിടെ മലബാറിൻ്റെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഞാൻ മലബാർ അല്ലെങ്കിൽ അജ്മി, അത് രണ്ടോ യൂസ് ചെയ്യൽ. പിന്നെ പൊൻകതിരും നല്ല പുട്ടുപൊടിയാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ, പക്ഷേ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഈ മസാലയിലോട്ട് നമ്മൾ കുറേശ്ശായിട്ട് പുട്ടുപൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മുമ്പിട്ട് നിൽക്കേണ്ടത് മസാലയാണ് പുട്ടുപൊടിനേക്കാളും. ഇതാദ്യം തന്നെ പുട്ടുപൊടി നനച്ച് എന്താ പറയുക കുഴക്കണ്ട. ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എന്താ പറയുക ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലെ ഒന്ന് നനച്ചെടുക്കുക. പിന്നെ ഇങ്ങനെ ഈ കട്ട പോലെ കിടക്കുന്നത് ചെമ്മീൻ്റെ പീസ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ടോ നോക്കുക. ഇത് ഫുൾ ഇതാ മസാലയും പുട്ടുപൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സായി. ഇത് ശരിക്കും എൻ്റെ പെങ്ങൾ പറഞ്ഞു തന്ന റെസിപ്പി. ഇത് എന്താ പറയുക, ഹസിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് പുട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ അവിടുത്തെ പുട്ട്. പക്ഷേ ഇതിൻ്റെ റെസിപ്പി ഇങ്ങനെയാണെന്നുള്ളത് അന്നേരം ഒന്നും അറിയില്ലേനു. അപ്പോൾ ഇന്നലെ ഞാനൊരു പാർട്ടി വ്ളോഗ് ഇട്ടില്ലേ, അപ്പോൾ അതിൽ അപ്പോൾ അന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ട് ഞാൻ ചോദിച്ചതായിരുന്നു. അപ്പോഴാണ് അവൾ പറഞ്ഞത് നമ്മളിങ്ങനെ പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അവർ പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, വിശൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ പെങ്ങളെ റെസിപ്പി ആയിരുന്നു ഇത്. അപ്പോൾ ഇത് പുട്ടെല്ലാം ഇങ്ങനെ എന്താ പറയുക നനച്ചെടുത്തിട്ടുണ്ട്.
ഇത് നമുക്ക് സാധാരണ പുട്ട് ചുടും പോലെ തന്നെ ചുട്ടെടുക്കുക. ആദ്യം തേങ്ങ, എന്തായാലും ചിലർ മസാലക്ക് തേങ്ങക്ക് പകരമായിരിക്കുമല്ലോ മസാല ഇടുക. പക്ഷെ നമ്മൾ തേങ്ങ ഇടുന്നുണ്ട്, മസാല എല്ലാം നമ്മൾ ഈ പൊടിയിലേക്ക് മിക്സാക്കി. ഇതിന് ശരിക്കും ഒരു കറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി കറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീൻ മുളകിട്ടതോ അങ്ങനെ എന്തെങ്കിലും ആക്കാം. കറി ഇല്ലാണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാനിതാ പുട്ടെല്ലാം ഇതുപോലെ ഇങ്ങനെ നിറയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.